ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് എല്ലാ കൂട്ടുകാരുടെയും ഇഷ്ടം പോലെ തന്നെ ഇന്ന് പെയിൻ്റ് ഇല്ലാത്ത ബോട്ടിലാട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാർ പെയിൻ്റ് ഇല്ലാത്ത ബോട്ടിലാട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബോട്ടിലാട്ടിൽ പെയിൻറ്റും ഇല്ല, അതുപോലെ തന്നെ നമ്മൾ ഗ്ലൂവും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? ഇത് നമ്മളുടെ ടേബിൾ മാറ്റാണ് കേട്ടോ. ടേബിൾ റണ്ണർ എന്നൊക്കെ പറയില്ല, അങ്ങനെ മേടിക്കുന്ന ഒരു ക്ലോത്താണിത്. ഇനി അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് ബോട്ടിൽ നമ്മൾ ഏതാണോ ബോട്ടിലായിട്ട് ചെയ്തെടുക്കുന്ന ബോട്ടിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ എൻ്റെ ആ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ വേണം. ബോട്ടിലിനേക്കാളും ഒരു അല്പം നീളം കൂടുതൽ വേണം കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് ഭാഗവും നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടേബിൾ റണ്ണർ വേണമെന്നൊന്നുമില്ല, നമ്മൾക്ക് ഏത് ടൈപ്പ് ഓഫ് തുണിയും യൂസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ സ്റ്റിച്ചിങ് ചെയ്ത് ബാക്കിയുള്ള തുണി, അല്ലെങ്കിൽ നമ്മളുടെ ഓൾഡ് ക്ലോത്തുകൾ, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സൂചിയിൽ നൂല് കോർത്തെടുക്കുകയാണ്, എന്നിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ഒന്ന് കെട്ടിട്ടിട്ട് നമ്മളിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നീഡിലെടുത്ത് ഇങ്ങനെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മൾക്ക് ഭയങ്കര സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വലിയ നീഡിലെടുത്തിട്ട് ഇതിങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിച്ചിങ് പരിപാടി തീരും. നൂല് എപ്പോഴെപ്പോഴും വലിക്കേണ്ട ആവശ്യമില്ല. കുറച്ചധികം തുന്നിയതിന് ശേഷം ഇതുപോലെ നൂല് വലിച്ചെടുക്കാം. അപ്പോൾ അത്രയും ഭാഗം സ്റ്റിച്ചിങ് ആയി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളങ്ങ് ഫുള്ളങ്ങ് ഇതുപോലെ ഈ റണ്ണിങ് സ്റ്റിച്ച് പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ നല്ല ഭംഗി വരുന്നത് ഇതുപോലത്തെ നെറ്റ് ക്ലോത്തുകൾ, അതല്ലെങ്കിൽ നമ്മുടെ വെൽവെറ്റിൻ്റെ ക്ലോത്തുകൾ, ഫർ ക്ലോത്തുകൾ, ഇതൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല ഭംഗി കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചില മക്കളുടെയൊക്കെ ചില ബനിയൻ സ്റ്റഫുകളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബനിയൻ മെറ്റീരിയലുകളില്ലേ, ഇത് ടീഷർട്ട് അങ്ങനത്തെയൊക്കെ ബനിയൻ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇതുപോലെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് ത്രെഡ് താഴെ നീഡിൽ മുകളിൽ, ആ ഒരു വിധത്തിൽ ഇതുപോലെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ രണ്ട് വിധത്തിൽ ഞാൻ കാണിച്ചു തന്നതാണ്. ഏതിലാണ് നിങ്ങൾക്ക് ഈസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ചിങ് അറിയാത്തവരും ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നൂല് കോർക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതാക്കിയെടുത്തു കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മളിതിന് റിവേഴ്സ് ചെയ്യാണ്. അതായത് നമ്മളുടെ ചീത്ത ഭാഗമാണ് നമ്മൾ ഫോൾഡ് ചെയ്തത്, എന്നിട്ടാണ് നമ്മൾ തുന്നി കൊടുത്തത്. നല്ല ഭാഗം ഉള്ളിലാണ് കേട്ടോ. ഓക്കെ, തുണിയുടെ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മളിതുപോലെ എടുത്തു. കണ്ടോ, ഇപ്പോൾ ഇതൊരു നോക്കി ഒരു പോക്കറ്റ് പോലത്തെ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇത്. അപ്പം ഞാനിപ്പോൾ കളർ നൂലിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സെയിം കളർ നൂല് തന്നെ ഇടണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഈ ബോട്ടിൽ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കയറ്റി കൊടുക്കാം. ഇത് പിന്നെ നമുക്ക് നല്ല സോക്സ് ഒന്നും അത്ര ഭംഗിയായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുട്ടികളുടെയൊക്കെ നല്ല കളർഫുൾ സോക്സുകളൊക്കെ ഉണ്ടാവില്ലേ, നല്ല ഫർ പോലെ ഇരിക്കുന്ന സോക്സ്, അതൊക്കെയാണെങ്കിൽ ഭംഗി ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വെൽവെറ്റോ നെറ്റോ യൂസ് ചെയ്യുന്നതാണ് നന്നായിട്ട് ഇരിക്കാനായിട്ട് നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ട് വലിച്ചിടുക കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ടാണ്. ലൂസൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് നമ്മളുടെ ആ ബോട്ടിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് റോൾ ചെയ്തെടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബോട്ടിലാട്ട് മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് ഭംഗിയാക്കണ്ടേ? ഇതിപ്പോൾ വെറുതെ ഒറിട്ട് വെച്ച പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇനി ഇതിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്. ലേസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ജസ്റ്റ് ആ ഒരു നീളം എത്രത്തോളം വേണം എന്നുള്ള ഒരു മെഷർമെൻ്റ് എടുത്ത് നമ്മുടെ ലേസ് അങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ജസ്റ്റ് കെട്ടിക്കൊടുക്കുക. എല്ലാവർക്കും കെട്ടാറിയായിരിക്കും അല്ലേ? കെട്ടി അതിനെ നല്ല ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. മുകൾ ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അത് വിരിഞ്ഞ് വരും. നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആ നെറ്റിൻ്റെ അല്ലെങ്കിൽ ആ ക്ലോത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ കെട്ടിയിട്ട് ജസ്റ്റ് ടൈ ചെയ്യാണ്. താഴെ നിന്ന് ഉള്ളിലൂടെ ഇട്ടിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ കെട്ട്. അപ്പോൾ അതായത് ഇതുപോലെ അങ്ങ് കെട്ടി നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കെട്ടി കൊടുക്കുക കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ഒരു ലേസോ ത്രെഡോ എന്താ റിബണോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ലേസ് ഉള്ളതുകൊണ്ട് ലേസ് എടുത്തു മാത്രം. നമുക്ക് റിബണോ വൂളോ എന്ത് വേണമെങ്കിലായാലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ
അവിടെ ഇങ്ങനെ ഒരു ഫോൾഡിങ് പോലെ ഇങ്ങനെ വരും. മുകളിലത്തെ ആ ഒരു ഭാഗത്തും ജസ്റ്റ് ഇങ്ങനെ ഫോൾഡിങ് പോലെ വരും. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ലേസ് നമ്മൾ കറക്റ്റായിട്ട് വെക്കുകയാണ്. ലേസോ റിബണോ എന്താണെന്ന് വെച്ചാൽ അത് കേട്ടോ. എന്നിട്ട് ഈ സൈഡൊന്ന് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഒരു വി ഷേപ്പിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വൂള് വെച്ച് അവിടെ ബട്ടനൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പേള് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ബീഡ്സൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഭാഗം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് വെറുതെ അങ്ങനെ വെച്ചാലും മതി. പക്ഷെ എനിക്ക് തോന്നുന്നതാ ഇതിനെയൊന്നും ജസ്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ വെറുതെ നിൽക്കുന്നതിനേക്കാളും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കണ്ടോ. അപ്പോൾ ഉള്ളിലോട്ട് ആ കെട്ടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ജസ്റ്റ് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബോട്ടിൽ ചെറുതായതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പിടിച്ച് താഴോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ലെവലിൽ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ ബട്ടൺസും ബീഡ്സ് സ്റ്റോൺസ് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കലാവിരുദ്ധ അനുസരിച്ച് നിങ്ങൾക്ക് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും നമുക്ക് ഒരു റിബൺ അല്ലെങ്കിൽ ഒരു ലേസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വെറുതെ വെക്കുന്നതാണ്. ഇത് നമ്മളുടെ ഇതിൽ ഗ്ലൂ ഒന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞു. ഇവിടെയും നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി. പക്ഷെ ഞാനപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അല്പം മാത്രം ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ അങ്ങ് ജസ്റ്റ് റൗണ്ടിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യുന്ന ഈ ഒരു പാർട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ആ ഭാഗത്തും നമുക്ക് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന ആ പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാലും മതി കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഉള്ളവർ ഇങ്ങനെയും കൂടെ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്നുള്ളതിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ലേസ് ഒട്ടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് വെക്കാം, മിറേഴ്സ് വെക്കാം, അതൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബോട്ടിലായിട്ട്. ഇനി ഇതിനൊന്നും കൂടെ ഭംഗിയാക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺസും മിറേഴ്സും അതൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ. കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പീസ് ഓഫ് ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഏത് ടൈപ്പ് ഓഫ് ബോട്ടിൽ ചെയ്താലും ഇത് ഭംഗിയായിരിക്കും കേട്ടോ. നമ്മുടെ കിച്ചണിലെ ജാറുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്പൈസസ് ഒക്കെ ഇടുന്ന ജാറുകൾ, അതൊക്കെ ചെയ്താലും നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മണി പ്ലാന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടാനായിട്ടായാലും ഈ ഒരു ടൈപ്പിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസി അല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഗ്ലൂ പോലും ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇന്നപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞാനിന്ന് പെയിൻറ്റും അതുപോലെ തന്നെ ഗ്ലൂ ഇല്ലാത്ത വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.